നമസ്കാരം. ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്താനും വെട്ടിപ്പ് നടത്താനും ലഹരിക്കച്ചവടം നടത്താനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന കുറേ എണ്ണങ്ങൾ നമുക്കിടയിലുണ്ട്. ഇവന്മാർ കാരണം ശരിക്കും പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന വർഗീയവാദികൾക്ക് ഒരു വടി കിട്ടുകയാണ്. നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, അങ്ങനെ ഹലാൽ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടയില്ലാ വെടികൾ മുസ്ലിം സമൂഹത്തിന് നേരെ പൊട്ടിക്കാൻ തയ്യാറായി നടക്കുന്ന കുറേ വർഗീയവാദികൾക്ക് ഏതെങ്കിലും ഒരു വലിയ കുറ്റകൃത്യത്തിൽ ഒരു മുസ്ലിം പേര് കണ്ടാൽ പിന്നെ അത് പിടിച്ച് മുസ്ലിം സമൂഹത്തെയും പരിശുദ്ധ ഖുർആനെയും ഒക്കെ വിമർശിക്കലും അല്ലെങ്കിൽ തള്ളിപ്പറയലും കളിയാക്കലും ഒക്കെയാണ് പ്രധാനപ്പെട്ട പണി. യഥാർത്ഥ മുസൽമാൻ ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മുസൽമാനാണെങ്കിൽ ഒരു പ്രശ്നത്തിലും നിൽക്കുകയില്ല. അവൻ അവൻ്റെ വഴി നോക്കിപ്പോകും. ബാക്കിയുള്ളവരൊന്നും ഇസ്ലാം മത വിശ്വാസികളല്ല, മറിച്ച് മുസ്ലിം നാമധാരികൾ മാത്രമാണ്. അവർ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ്, പരിശുദ്ധ ഖുർആൻ്റെ പേര് പറഞ്ഞ്, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും ചെയ്യും. ഇത് പുറത്തു വരുമ്പോൾ മുസ്ലിം സമുദായത്തിനെതിരെ വാളെടുക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം വർഗീയവാദികൾ ഇത് അവസരമാക്കി ആ സമുദായത്തെ മുഴുവൻ അങ്ങ് കടന്നാക്രമിക്കും. അതാണ് പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ ജനിച്ചൊരു ഇസ്ലാം നാമധാരിയാണ് അൽ മുക്താദിർ ജ്വല്ലറിയുടെ മുതലാളി എന്ന് പറയേണ്ടി വരും. അയാളുടെ പേര് മുഹമ്മദ് മൻസൂർ അബ്ദുസലാം എന്നാണ്. ഡോക്ടറാണെന്നൊക്കെയാണ് പറയുന്നത്. ഇവനൊക്കെ ആരാണ് ഡോക്ടറേറ്റ് കൊടുത്തതെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഈ വൃത്തികെട്ടവൻ അങ്ങനെ തന്നെ പറയണം. കാരണം അവൻ ചെയ്തു കൂട്ടിയ തട്ടിപ്പ് ചെറുതല്ല, അവൻ തകർത്ത് കളഞ്ഞ കുടുംബങ്ങൾ ചില്ലറയല്ല, അവൻ പണി കൊടുത്ത ജീവനക്കാർ അവരും ഒരുപാടുണ്ട്. ഈ അൽ മുക്താദിർ ജ്വല്ലറി എന്ന് പറയുന്ന ഒരു വലിയ നെറ്റ്വർക്കായി പൊടുന്നനെ കേരളത്തിൽ ഉയർന്നു വന്നൊരു ഗ്രൂപ്പാണ്. അവർ പരിശുദ്ധ ഖുർആനിലെ പല പേരുകളൊക്കെ വെച്ചുകൊണ്ടാണ് പെട്ടിക്കടകൾ തുടങ്ങുന്നത് പോലെ ഒരു വലിയ കെട്ടിടത്തിൽ തന്നെ കുറേ പേരുകളിൽ പല ജ്വല്ലറികൾ. ഇവരത് തുടങ്ങിയിട്ട് അവർ പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ പണിക്കൂലിയില്ല, പണിക്കുറവില്ല, സ്വർണത്തിന് വലിയ തോതിൽ വില കുറവാണെന്നാണ്. അതിനവർ കാരണമായി പറഞ്ഞത് ഇവരുടെ വിദേശത്തുള്ള ഫാക്ടറികളിൽ ഹോളോഗ്രാമോ മറ്റ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കാതെ ഇവർക്ക് തന്നെ സ്വർണം മുഴുവൻ കൈകാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വിലക്കുറവെന്നാണ് ഇവർ ഈ ഉപഭോക്താക്കളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ മറ്റ് ജ്വല്ലറികൾ, കല്യാണമായാലും ഭീമയായാലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ വിലക്കുറവ് അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാർ അവരേക്ക് ഇരച്ചെത്തുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ അങ്ങോട്ടേക്ക് വന്നവരിൽ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇയാൾ പറ്റിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനം തുടങ്ങിയത് എന്നുള്ളത് പിന്നീടാണ് ജനങ്ങൾക്ക്, സമൂഹത്തിന് മനസ്സിലായത്. അതായത് ഇയാൾ സ്വർണ്ണ വിൽപ്പനയോ വാങ്ങലോ ഒന്നും ആയിരുന്നില്ല ഇയാളുടെ ലക്ഷ്യം, മറിച്ച് നിക്ഷേപം സ്വീകരിക്കലായിരുന്നു. അതായത് നിങ്ങൾ അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിൽ ഒരു 10 കോടി കൊണ്ടിട്ടോളൂ, നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ അത് വലിയ റിട്ടേണായി തിരിച്ചു തരാം എന്ന രീതിയിൽ ഇയാൾ നിക്ഷേപം സ്വീകരിക്കുമായിരുന്നു. അതുപോലെ തന്നെ സ്വർണത്തിന് വേണ്ടിയുള്ള നിക്ഷേപം, അതായത് നിങ്ങൾ കയ്യിലുള്ള പണം പതുക്കെ പതുക്കെ കൊടുത്ത് ഒരു എമൗണ്ട് ആകുമ്പോൾ നിങ്ങളുടെ മകൾക്കുള്ള സ്വർണം, വിവാഹത്തിനുള്ള സ്വർണം, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നേരത്തെ തന്നെ പണം ചെറുതായി കൊടുക്കാം. ഇങ്ങനെ 2 തരത്തിലുള്ള പ്ലാനായിരുന്നു. അപ്പോൾ വലിയ തോതിലുള്ള പണം ഇയാൾ നിക്ഷേപമായി ഇത്തരത്തിൽ സ്വീകരിച്ചിരുന്നു. അതിഭയാനകമായ എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഇയാളുടെ സ്വർണ്ണ നെറ്റ്വർക്ക് വളരുകയും ചെയ്തു. പക്ഷേ അതിനിടയിൽ ഈ ജ്വല്ലറി ഗ്രൂപ്പിനെതിരെ നിരവധി പരാതികൾ വന്നു. ഒടുവിൽ അവിടെ ഇൻകം ടാക്സ് കയറി കഴിഞ്ഞപ്പോഴാണ് 380 കോടിയുടെ നികുതി വെട്ടിപ്പ് ഇവർ നടത്തിയെന്ന് കണ്ടെത്തുന്നത്. അതിൻ്റെ പെനാൽറ്റി അടയ്ക്കാൻ പറഞ്ഞു, ഇവർ അടച്ചില്ല. അതോടുകൂടി ബാങ്ക് അക്കൗണ്ടുകൾ പരിപൂർണമായി ഫ്രീസ് ചെയ്തു. ഇതോടെ നിക്ഷേപകർക്ക് റിട്ടേൺ നൽകാൻ, അവരോട് പറഞ്ഞിരുന്നതുപോലെ റിട്ടേൺ കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഈ പറയുന്ന സ്വർണത്തിന് വേണ്ടി പണം നിക്ഷേപിച്ചവർ, അവരാണ് ഏറ്റവും കൂടുതൽ പെട്ടുപോയത്. സ്വർണത്തിന് അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്തവർ, സ്വർണം കിട്ടാൻ വേണ്ടി പതുക്കെ തുക നിക്ഷേപിച്ചു കൊണ്ടിരുന്ന ആളുകൾ, ഇപ്പോൾ മകളുടെ വിവാഹത്തിനൊക്കെയാണ് ഭൂരിപക്ഷം പേരും ഇങ്ങനെ പണം ഇട്ടിരുന്നത്. ഇവർക്കൊക്കെ സ്വർണം കിട്ടാതെയായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു മുസൽമാനായൊരു മനുഷ്യൻ അവിടെ നിന്ന് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് കൂടുതലായി ഈ തട്ടിപ്പിന് ഇരയായത്. അപ്പോൾ അവരൊക്കെ വല്ലാതെ വിഷമിക്കുന്ന സാഹചര്യമുണ്ട്. അവർ കടകളിൽ ചെല്ലുമ്പോൾ സ്വർണം തിരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് സ്വർണം നൽകാൻ കഴിയുന്നില്ല, നിക്ഷേപത്തിന് റിട്ടേൺ കൊടുക്കാൻ കഴിയുന്നില്ല, ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസാണ്. വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ് അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ്. അപ്പോൾ ഇവരെ മറ്റു പല ജ്വല്ലറി ഗ്രൂപ്പുകാർ ചേർന്ന് വെട്ടിയതാണെന്നൊക്കെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അത് നിലനിൽക്കുന്നതല്ല. കാരണം ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയതിൽ ഇവർ നികുതി വെട്ടിപ്പ് നടത്തിയതായി കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധ പ്രവർത്തനമാണ്. എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് പലിശ വാങ്ങാൻ പാടില്ല, സർക്കാരിന് നൽകേണ്ടതൊക്കെ കൃത്യമായി നൽകണം, നിയമവ്യവസ്ഥകൾ പാലിക്കണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതൊന്നും ഇവർ പാലിച്ചിട്ടില്ല. അതായത് പരിശുദ്ധ ഖുർആനിലെ പേരുകളൊക്കെ വെച്ചുകൊണ്ട് കുറേ കടകൾ തുടങ്ങുക, അതുപോലെ തന്നെ ഇസ്ലാമികമായ സ്ഥാപനമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വേഷവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ അതിൽ നടത്തുക, എന്നിട്ട് ഇസ്ലാമിനോട് ഒരു ബന്ധവുമില്ലാത്ത വിധത്തിലുള്ള കൊടും തട്ടിപ്പുകൾ ഇതിനകത്ത് നടത്തുക. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇസ്ലാം മതത്തിൻ്റെ മറവിൽ
അല്ലെങ്കിൽ ഞങ്ങൾ യഥാർത്ഥ മുസ്ലിം മതാചാരപ്രകാരം പോകുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമുദായത്തിൽപ്പെട്ടവരെ ഉൾപ്പെടെ ഈ തട്ടിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മതം ഒരു മറയാക്കിയിട്ട് വൻ തട്ടിപ്പ് ഇവർ നടത്തി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇവരുടെ ഓഫീസുകളൊക്കെ തുടർച്ചയായി അടച്ചുപൂട്ടുന്നു. ഇനി കുറച്ച് നേരത്തേക്കൊക്കെ ഓഫീസ് തുറക്കുമ്പോഴേക്കും ജനങ്ങളെത്തുന്നു, പൈസ തിരിച്ചു ചോദിക്കുന്നു, പോലീസ് ഇടപെടുന്നു, സംഘർഷമുണ്ടാകുന്നു. അങ്ങനെ എവിടെയും ഇത് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ശരിക്കും പറഞ്ഞാൽ ഈ അൽമുക്താദറിലെ പാവപ്പെട്ട ജീവനക്കാരാണ് പെട്ടുപോയത്. ഈ ജീവനക്കാരെ സംബന്ധിച്ച് ഇവരാണ് ഈ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഓടി നടന്നത്. അപ്പോൾ ഈ നിക്ഷേപകർക്ക് ശരിക്കും ബന്ധമുള്ളത് ഈ ജീവനക്കാരുമായിട്ടാണ്. അപ്പോൾ ഈ ജീവനക്കാർ പുറത്തിറങ്ങിയാൽ നിക്ഷേപകർ വട്ടമിട്ട് പിടിക്കുന്ന അവസ്ഥ, അവരെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥ, അങ്ങനെ ജീവനക്കാരും പെട്ടിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ ഈ മുതലാളിയായിട്ടുള്ള മുഹമ്മദ് മൻസൂർ അബ്ദുസലാം കൊച്ചിയിലെ ഏതോ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ സുഖവാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതതിൽ വേറൊരു വിഷയം. അപ്പോൾ എന്തായാലും ഈ ജീവനക്കാരും ഓഫീസിലേക്ക് വരാതിരിക്കുന്നു. അൽമുക്താദർ ജ്വല്ലറി അടച്ചുപൂട്ടിയ കാര്യം ലോകമറിയുന്നു. അവർക്ക് നിക്ഷേപങ്ങൾ തിരിച്ചു ചോദിച്ച് വലിയ പ്രശ്നങ്ങൾ വരുന്നു. ഇനി അങ്ങോട്ട് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ ഇവർ ബുദ്ധിമുട്ടുമെന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ എല്ലാവരും നിക്ഷേപകരടക്കം ശക്തമായി പ്രതിഷേധിക്കുന്നു. ഈ ഘട്ടത്തിൽ അൽമുക്താദർ ജ്വല്ലറിയുടെ ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുസലാം അല്ലാഹുവിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ജീവനക്കാരെ. ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഷക്കൂറിലെ എന്റെ ബഹുമാനപ്പെട്ട എന്റെ സ്നേഹിതന്മാർക്ക്, നമ്മളിന്ന് ഒരു വിപണന യുദ്ധത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 99.99% ഇന്ന് തന്നെ അൺഫ്രീസ് ആവും. അതായത് അക്കൗണ്ട് തുറക്കപ്പെടും. ആദ്യം അവർ നിർദ്ദേശിക്കുന്ന ടാക്സുകൾ നമ്മൾ അടയ്ക്കേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് കാണിച്ചു കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന്റെ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ സ്റ്റാഫുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളായ അൽ ഷക്കൂർ, അൽ നൂർ, അൽ മുക്തറിലുള്ള സ്റ്റാഫുകൾ, അൽ റസാഖ്, അൽ ഫത്താഹ്, അൽ അലീം, അൽ ജലീൽ, ഇത്രയും സ്റ്റാഫുകൾ എത്രയും പെട്ടെന്ന് സ്ഥാപനങ്ങൾ വന്ന് തുറന്ന് അള്ളാഹുവിന്റെ ഇസ്സത്തിനെ കാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ നശിച്ചവരുടെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടും. അള്ളാഹിന്റെ നാമങ്ങൾക്ക് പോറിലേക്കുന്ന രീതിയിൽ നിങ്ങൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇതിന്റെ വലിയൊരു ആഹ്വാനമാണ്. കടയിൽ വന്ന് നിൽക്കണം. നിങ്ങൾ ആളുകൾ ഒന്നും ചെയ്യില്ല. അവർക്കുള്ള വിഭ്രാന്തി നിങ്ങൾ തീർത്തു കൊടുക്കണം. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ അതിന് പരിശ്രമിച്ചിരിക്കുകയാണ്. അള്ളാഹു വിജയം തന്നിട്ടുണ്ട്. നമ്മൾ പേയ്മെന്റുകൾ കൊടുക്കും. എല്ലാ കാര്യങ്ങളും മുന്നേറും. പക്ഷേ നിങ്ങൾ ഭീരുക്കളെ പോലെ യുദ്ധഭൂമിയിൽ നിന്ന് ഒളിച്ചോടരുത്. വൻ പാപങ്ങൾ, പെട്ട പാവങ്ങളിൽ നിങ്ങൾ ഗണിക്കപ്പെടും. നോക്കുക, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് ഇന്നത്തോടെ നിർത്തുമെന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ നടപ്പായിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. സ്വർണ്ണക്കടകളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. തിരിച്ചു വരുന്ന ഒരു ലക്ഷണവും ഈ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. എന്നിട്ടും ജീവനക്കാരോട്, അതായത് ജനങ്ങളെ ഫേസ് ചെയ്താൽ അടി കിട്ടുമെന്ന പേടിയിലിരിക്കുന്ന ജീവനക്കാരോട് നിങ്ങൾ വന്ന് ഓഫീസിൽ നിന്ന് പണിയെടുക്കുക, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ നരകത്തിലേക്ക് വിടുമെന്ന മട്ടിലൊക്കെ അങ്ങ് തള്ളുകയാണ്. അല്ലാഹുവിൻ്റെ പേരിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ ഇവൻ ആരാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ മുതലാളി എന്ന് പറഞ്ഞ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ സൂട്ട് വിട്ടിരിക്കുന്ന ഈ നാറി ഇവൻ ആരാണ്? ഇതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന ചോദ്യം. കാരണം ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിക്ക് നമുക്ക് കൂട്ടുവെക്കാൻ പറ്റില്ല. അവൻ ഏത് മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടായാലും, ഏത് പുസ്തകത്തിൻ്റെ പേരിട്ടിട്ടായാലും, അല്ലെങ്കിൽ പുസ്തകത്തിലെ പേരുകൾ സ്ഥാപനങ്ങൾക്ക് ഇട്ടിട്ടായാലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരു ഇസ്ലാമും ഒരു ഇസ്ലാം മത വിശ്വാസിയും ഇവനെ പിന്തുണയ്ക്കുകയുമില്ല. കാരണം യഥാർത്ഥ മുസൽമാൻ എന്ന് പറയുന്നത് കറകളഞ്ഞ മനുഷ്യനാണ്. അവൻ ആരെയും ഉപദ്രവിക്കില്ല. അവൻ ഒരു മനുഷ്യനെയും ഒരു തരത്തിലും പെടുത്തുകയില്ല. ഒരു പ്രശ്നത്തിലും ആരെയും കക്കുകയോ മോട്ടിക്കുകയോ മറ്റുള്ളവൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ വ്യാജ വാഗ്ദാനങ്ങൾ നൽകുകയോ നിയമവ്യവസ്ഥയെ പുച്ഛിക്കുകയോ ഒന്നുമില്ല. അവൻ കറകളഞ്ഞ മനുഷ്യനായിരിക്കും. അങ്ങനെ എത്രയോ പേർ നമുക്കിടയിലുണ്ട്. മുസ്ലിങ്ങളായിട്ടുള്ള എത്രയോ നല്ല ആളുകൾ, ക്ലീൻ മനുഷ്യന്മാർ എൻ്റെ സുഹൃത്ത് വലയത്തിൽ തന്നെയുണ്ട്. സിഗരറ്റും മദ്യം ഒന്നും ഉപയോഗിക്കാത്ത ആൾ, അത്രയും ക്ലീനായിട്ട് മതാചാരപ്രകാരമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കിടയിൽ ഈ മുസ്ലിമിൻ്റെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ പേര് പറഞ്ഞു ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ട് അവൻ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞു ഭീഷണി. ഇവൻ ആരാണ്? ഇവനെയൊക്കെ മതവിശ്വാസികൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, നിക്ഷേപകർ തന്നെ കൈകാര്യം ചെയ്യേണ്ടത്. സർക്കാർ ശക്തമായ നടപടി എടുക്കണം ഇവനെതിരെ. അതുപോലെ തന്നെ ഈ മതവിശ്വാസികൾ, ഇസ്ലാം മതവിശ്വാസികൾ ഇവനെ ബോയ്ക്കോട്ട് ചെയ്യണം. മതത്തിൻ്റെ പേര് പറഞ്ഞ് മതവിഭാഗത്തിനെ മുഴുവൻ ചീത്തവിളി കേൾപ്പിക്കുന്ന വിധത്തിൽ ഇമാതിരി തട്ടിപ്പും കള്ളത്തരവും ചെയ്യുന്ന ഇവനെയൊന്നും വെച്ച് പൊറുപ്പിക്കാൻ പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്.